ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ പുതിയ പ്രൊഡക്റ്റായ ചെമ്പരത്തി ഇല പൊടിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിന് 50 ഗ്രാമിൻ്റെ 2 പാക്കറ്റിന് 110 രൂപയാണ് വരുന്നത്. കൂടാതെ ഫ്രീ ഷിപ്പിങ്ങും ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുത്ത ചെമ്പരത്തി ഇലയാണ്. ഇത് വെച്ച് നമുക്ക് എളുപ്പത്തിൽ തലയിൽ തേക്കാനുള്ള ഒരു താളി ഉണ്ടാക്കാം. ഇന്ന് പലർക്കും സാധാരണ നമ്മുടെ ചെമ്പരത്തി ഇല വെച്ചിട്ട് താളി ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. കാരണം അത് മിക്സിയിലിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് തിരുമ്മിയോ ഒക്കെ അതിൻ്റെ ചാറൊക്കെ പിഴിഞ്ഞെടുത്ത് തലയിൽ തേക്കുക എന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യമാണ്. പിന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്കൊന്നും ചെമ്പരത്തി ഇല കിട്ടാനും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പൊടി വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ നമ്മൾ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ചെമ്പരത്തി ഇല മാത്രമേ ഉണക്കി പൊടിച്ചെടുക്കുന്നുള്ളൂ. നിങ്ങളിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷം വരെയൊക്കെ കേടുകൂടാതെ നിൽക്കും. പക്ഷേ ഇത് എടുക്കുമ്പോൾ നനഞ്ഞ സ്പൂണ് കൊണ്ടൊന്നും എടുക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇത് പെട്ടെന്ന് പൂപ്പൽ പിടിച്ചു പോകും. നമ്മൾ ഇത് നല്ല ഇതുപോലുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു സിപ്ലോ കവറിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് വെച്ച് താളി ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ഇതാണ് ചെമ്പരത്തി ഇല പൊടിച്ചത്. വളരെ നൈസായിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. ഒരു തവണ തലയിൽ പുരട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം 1 ടേബിൾ സ്പൂൺ പൊടിയെടുത്താൽ മതി. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ നോർമൽ വാട്ടർ ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു പൊടി വെച്ച് താളി ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊരു പേസ്റ്റ് രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മൾ സാധാരണ ഇല വെച്ച് താളി ഉണ്ടാക്കുന്നത് പോലെ ലൂസായിട്ട് വെള്ളം പോലെയല്ല. അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ പൊടിയെടുത്ത് ഒരിക്കലും 1 കപ്പ് വെള്ളത്തിൽ കൊണ്ടുപോയി മിക്സ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും തന്നെ കാണാൻ പറ്റില്ല. ദാ ഇതുപോലെ നല്ല വഴുവഴുപ്പുള്ള ഒരു പേസ്റ്റ് രൂപത്തിലായി കിട്ടും. ഇനി ഇത് ഡയറക്റ്റ് അങ്ങ് തലയിലേക്ക് തേച്ച് പിടിപ്പിച്ചാൽ മതി. ഒന്നുകിൽ ഇത് നിങ്ങൾ ആദ്യം തന്നെ നനഞ്ഞ തലയിലോട്ട് തേച്ച് പിടിപ്പിക്കണം. ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് സാധാരണ ഷാമ്പു ഒക്കെ തേക്കുന്നത് പോലെ നന്നായിട്ട് അങ്ങ് ആ വഴുവഴുപ്പോട് കൂടി തലയിൽ മൊത്തം അങ്ങ് ആയി കിട്ടും. അതിനുശേഷം നമ്മൾ സാധാരണ താളിയൊക്കെ തേച്ച് കുളിക്കുന്നത് പോലെ വെള്ളമൊഴിച്ച് അങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി. ഇത് തലയിൽ തേച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതാണ്. അല്ലാതെ കുറച്ചു നേരം തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് താളിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കിത് ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോൾ അതിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കെമിക്കൽ ചേർത്തിട്ടുള്ള ഷാമ്പുവിന് പകരം നമുക്ക് ഒരു നാച്ചുറൽ ഷാമ്പു ആയിട്ട് ഈ ഒരു ചെമ്പരത്തി ഇല പൊടിച്ചത് ഉപയോഗിക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി ചെമ്പരത്തി ഇല ഉപയോഗിച്ചാൽ എന്തെങ്കിലും അലർജി ഉള്ളവരാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അതായത് ചില ആൾക്കാർക്കൊക്കെ നമ്മുടെ സാധാരണ ചെമ്പരത്തി ഇല താളി തന്നെ തലയിൽ തേച്ചാൽ ചുമ, ജലദോഷം, പനി ഇവയൊക്കെ ഉണ്ടാവുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു പൊടി യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. ആ ഒരു ലിങ്കിൽ കയറി വാങ്ങിച്ചാൽ മതി. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.